നമസ്കാരം. നെടിയിരുപ്പ് ചിറയിൽ മുക്കൂട് നിന്ന് കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ലഹരിമരുന്ന് കേസ്. ഒമാനിൽ നിന്ന് കാർഗോ വരി എത്തിച്ച് 1.665 കിലോ MDMA മുക്കൂട് മുള്ളൻമടയ്ക്കൽ ആഷിഖിന്റെ വീട്ടിൽ നിന്നും പിടികൂടിയത്. 2 വർഷം മുൻപ് വേങ്ങരയിൽ നിന്ന് പിടികൂടിയ 800 ഗ്രാമിൽ താഴെ MDMA കേസായിരുന്നു ഇതുവരെ ജില്ലയിലെ ഏറ്റവും വലിയ ലഹരിമരുന്ന് വേട്ട. ഇത്തവണ അതിൻ്റെ ഇരട്ടിയിലേറെയായി. കൊച്ചിയിലെ ലഹരിമരുന്ന് കേസിൽ കഴിഞ്ഞ ദിവസം മട്ടാഞ്ചേരി പോലീസ് എത്തി ആഷിഖിനെ പിടികൂടിയപ്പോൾ തന്നെ മുക്കൂട് പ്രദേശം ഞെട്ടലിലായിരുന്നു. തിങ്കളാഴ്ച പുലർച്ചെ ഇയാളുടെ വീട്ടിൽ നിന്ന് വൻ MDMA ശേഖരം പിടികൂടിയതോടെ നാട്ടുകാർ കടുത്ത ആശങ്കയിലായി. 5 വർഷം മുമ്പാണ് ആഷിഖ് വിദേശത്തേക്ക് പോയത്. ഒമാനിൽ സൂപ്പർ മാർക്കറ്റ് ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു. ഇതിന്റെ മറവിലാണ് ലഹരിമരുന്ന് കടത്ത്. കൊച്ചിയിലെ കേസിലും ഒമാനിൽ നിന്നാണ് മയക്കുമരുന്ന് എത്തിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. വീട്ടിൽ നിന്നും പിടികൂടിയ MDMA ആഷിഖിന്റെ പേരിൽ തന്നെയാണ് അയച്ചത്. ചെന്നൈ വിമാനത്താവളത്തിൽ നിന്ന് സാധനം വാങ്ങാനിരുന്നതിനാൽ കാർഗോ ഏജൻസി വഴി വീട്ടിലെത്തിക്കുകയായിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി വീട്ടുകാരുടെ ഫോൺ കോളുകളടക്കം പരിശോധിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥൻ പറഞ്ഞു. കഴിഞ്ഞ ഫെബ്രുവരി 23-നാണ് ലഹരിമരുന്ന് ഒമാനിൽ നിന്നും അയച്ചത്. ഫെബ്രുവരി 20-ന് ആഷിഖ് നാട്ടിലെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ലഹരിമരുന്ന് കടത്തൽ ഒമാനിൽ നിന്ന് ഇയാൾക്ക് മറ്റുള്ളവരുടെ സഹായം ലഭിച്ചിട്ടുണ്ട്. യുവാവിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമ്പോഴേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കൂ. ഇതിനുള്ള ശ്രമങ്ങൾ പോലീസ് തുടങ്ങി. അതേസമയം കേരളത്തെ ഞെട്ടിച്ച മറ്റൊരു വാർത്തയും കൂടി കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. പോലീസിനെ കണ്ടു ഭയന്ന് കയ്യിലുണ്ടായിരുന്ന ലഹരി വസ്തുക്കളടങ്ങിയ പൊതി വിഴുങ്ങി യുവാവ് മരിച്ച സംഭവത്തിൽ സ്കാനിംഗ് റിപ്പോർട്ട് പുറത്ത്. മരിച്ച ഷാനിദിന്റെ വയറ്റിൽ 3 പാക്കറ്റ് ലഹരി വസ്തുക്കൾ ഉണ്ടായിരുന്നതായി സ്കാനിംഗ് റിപ്പോർട്ടിൽ പറയുന്നത്. 2 പാക്കറ്റ് MDMAയും 1 പാക്കറ്റ് കഞ്ചാവുമാണ് ഷാനിദ് വിഴുങ്ങിയതെന്നാണ് സൂചന. അമിതമായ രാസലഹരി ശരീരത്തിനുള്ളിൽ എത്തിയതുകൊണ്ടാണ് 24 മണിക്കൂറിനുള്ളിൽ ഷാനിദിന്റെ മരണം സംഭവിച്ചതെന്ന് ഡോക്ടർമാർ വിലയിരുത്തുന്നു. ഇത് ശരിവയ്ക്കുന്ന സ്കാനിംഗ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം വയറ്റിനുള്ളിലെ പ്ലാസ്റ്റിക് സാന്നിധ്യമാണോ അതോ അമിത അളവിൽ ലഹരി എത്തിയതാണോ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ പറയാൻ കഴിയുകയുള്ളെന്ന് പോലീസ് വ്യക്തമാക്കി. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായാൽ ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. അതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഷാനിദിന് MDMA എങ്ങനെ ലഭിച്ചുവെന്നും ഇതിന് പിന്നിലൊരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയുന്നതിനായി പേരാമ്പ്ര DYSPയുടെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം നടത്തും. വെള്ളിയാഴ്ച അമ്പായത്തോട് പരിസരത്ത് പോലീസ് പട്രോളിംഗ് നടത്തുന്നതിനിടെ പോലീസിനെ കണ്ടുഭയന്ന് ഷാനിദ് MDMA പാക്കറ്റുകൾ വിഴുങ്ങിയത്. പോലീസ് ഇയാളെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. തുടർന്ന് താലൂക്ക് ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഷാനിദിനെ എത്തിച്ചിരുന്നു. ശസ്ത്രക്രിയ നടത്തി പാക്കറ്റുകൾ പുറത്തെടുക്കാൻ ഇരിക്കെയാണ് ഷാനിദ് മരിച്ചത്. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി.